നമസ്കാരം. 140 മിഡ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. പാലക്കാട്ട് വീണ്ടും H1N1 മരണം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം അതിരൂക്ഷമാകുന്നു. CMRL എക്സാലോജിക് കേസ് വീണ ടി വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ തലയിൽ പായസം വീണ സംഭവം അസ്വാഭാവികതയില്ലെന്ന് മന്ത്രി. അന്വേഷണവുമായി പോലീസ്. വീര്യം കുറഞ്ഞ മദ്യം നയത്തിൽ കോൺഗ്രസിൽ ഭിന്നത. KPCC സമിതിയിൽ ചർച്ച വേണമെന്ന് ആവശ്യം. ഇന്ത്യയിലേക്കുള്ള 30 ചരക്കു കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് വിജയകരമായി പിന്നിട്ടു. വാർത്തകൾ വിശദമായി. പാലക്കാട്ട് വീണ്ടും H1N1 മരണം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം അതിരൂക്ഷമാകുന്നു. പാലക്കാട് കരിമ്പുഴ എളമ്പുലാശ്ശേരി സ്വദേശിയായ 77 വയസ്സുകാരൻ H1N1 ബാധിച്ച് മരണമടഞ്ഞതായി സ്ഥിരീകരിച്ചു. പകർച്ചവ്യാധി വ്യാപനത്തിനു ശേഷം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ H1N1 മരണമാണിത്. നിലവിൽ സംസ്ഥാനത്തുടനീളം ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം എന്നിവ ബാധിച്ച് ആയിരക്കണക്കിന് ആളുകളാണ് ചികിത്സ തേടുന്നത്. ഈ മാസം മാത്രം പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് 4 പേർ മരണമടഞ്ഞതായാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്ന് മാത്രം സംസ്ഥാനത്ത് 13,000-ലധികം ആളുകൾ പകർച്ചപ്പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട്. CMRL എക്സാലോജിക് കേസ് വീണ ടി വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. കൊച്ചി CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടി വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. കൊച്ചിയിലെ ED ഓഫീസിലാണ് ഇന്ന് രാവിലെ അവർ എത്തിയത്. തിങ്കളാഴ്ച ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ ED നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഇന്നവർ ചോദ്യം ചെയ്യലിനായി എത്തുകയായിരുന്നു. വരും മണിക്കൂറുകളിൽ ED ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ നടപടികൾ തുടരും. വീണയുടെ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ 9 മണിക്കൂറോളം നീണ്ടു നിന്നിരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ തലയിൽ പായസം വീണ സംഭവം അസ്വാഭാവികതയില്ലെന്ന് മന്ത്രി. അന്വേഷണവുമായി പോലീസ്. കൊല്ലം KSRTC ഡിപ്പോയിൽ വെച്ച് നടന്ന പ്രിയദർശിനി സൗജന്യ യാത്രയുടെ ഉദ്ഘാടന ചടങ്ങിനിടെയാണ് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ തലയിൽ ചൂട് പായസം വീണത്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പായസ വിതരണം നടത്തുന്നതിനിടെ ബേസിൻ കൈതട്ടി മറിയുകയായിരുന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. സംഭവത്തിൽ പോലീസിന് ജാഗ്രത കുറവുണ്ടായെന്ന പരാതി ഉയർന്നതിനെ തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവി DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനോട് അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ പായസം വീണതിൽ യാതൊരുവിധ അസ്വാഭാവികതയില്ലെന്നും തികച്ചും യാദൃച്ഛികമായ സംഭവമാണെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ വ്യക്തമാക്കി. പരാതി ലഭിച്ചതുകൊണ്ടാകാം പോലീസ് അന്വേഷിക്കാൻ തീരുമാനിച്ചതെന്നും ഇതിൽ പ്രത്യേകിച്ചൊന്നും അന്വേഷിക്കാനില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വീര്യം കുറഞ്ഞ മദ്യം നയത്തിൽ കോൺഗ്രസിൽ ഭിന്നത. KPCC സമിതിയിൽ ചർച്ച വേണമെന്ന് ആവശ്യം. തിരുവനന്തപുരം സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ ആഭ്യന്തര ഭിന്നത രൂക്ഷമാകുന്നു. മദ്യനയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ ഇരുട്ടിൽ നിർത്തരുതെന്നും KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ അടിയന്തര ചർച്ച വേണമെന്നും മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ടു. അതേസമയം വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകിയത് മുൻ പിണറായി സർക്കാരിന്റെ കാലത്താണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ആരോപിച്ചു. എന്നാൽ ഏത് മദ്യം വിൽക്കണമെങ്കിലും എക്സൈസ് അനുമതി വേണമെന്നും മദ്യനയത്തിൽ UDF മുന്നണിയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും മന്ത്രി M ലിജു വ്യക്തമാക്കിയിട്ടുണ്ട്. ജൂലൈ 1-ന് ധനബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനു മുൻപായി മുന്നണിയിൽ ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കാനാണ് നിലവിലെ നീക്കം. ഇന്ത്യയിലേക്കുള്ള 30 ചരക്കു കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് വിജയകരമായി പിന്നിട്ടു. ഇന്ത്യയിലെ വിവിധ തുറമുഖങ്ങളിലേക്ക് ഇന്ധനവും മറ്റ് അവശ്യ സാധനങ്ങളുമായി പുറപ്പെട്ട 30 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇവയിൽ പകുതിയിലധികം ദ്രവീകൃത പെട്രോളിയം ഗ്യാസ്, ദ്രവീകൃത പ്രകൃതിവാതകം എന്നിവ വഹിക്കുന്നവയും ബാക്കിയുള്ളവ ബൾക്ക് കാർഗോ ക്രൂഡ് ഓയിൽ ടാങ്കറുകളുമാണ്. അമേരിക്ക, ഇറാൻ ധാരണാപത്രം ഒപ്പുവെച്ചതിനെ തുടർന്ന് ഈ മേഖലയിലെ കപ്പൽ ഗതാഗതത്തിൽ ഗണ്യമായ പുരോഗതിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ ഇന്ത്യൻ വിദേശ രജിസ്ട്രേഷനുകളിലുള്ള മറ്റൊരു 26 കപ്പലുകൾ കൂടി പേർഷ്യൻ ഉൾക്കടലിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി ഹോർമൂസ് കടക്കാൻ കാത്തുകിടക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ള ഈ കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ നീക്കം അധികൃതർ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്.